വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫെയിൻ മാത്സ് ക്ലാസ്സസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്റർ പോളിനോമിയൽസിലെ എക്സസൈസ് 2.4 ക്വസ്റ്റ്യൻ നമ്പർ 4 ബാലൻസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ്പാൻഡ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് യൂസിങ് സ്യൂട്ടബിൾ ഐഡൻറ്റിറ്റീസ്. ക്വസ്റ്റ്യൻ ഇതാണ് 3a - 7b - c ദ ഹോൾ സ്ക്വയർ. അപ്പം ഇവിടെ ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഐഡൻറ്റിറ്റി ഇതാണ്. എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ പ്ലസ് y square plus z square plus 2xy plus 2yz plus 2zx. ഓക്കെ, ഇനി നിങ്ങളുടെ മനസ്സിലൊക്കെ തോന്നിപ്പോകുന്ന ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നെഗറ്റീവ് സൈനാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ കിടക്കുന്നത്. പക്ഷേ നമ്മുടെ ഐഡൻറ്റിറ്റിയിലാണെങ്കിൽ പ്ലസ് സൈനും ആണ്. അപ്പോൾ ഇതിവിടെ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടാണ് എൻ്റെ മക്കൾസിൻ്റെ മനസ്സിൽ വരുന്നത്. തീർച്ചയായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മളൊരു ചെറിയ ചേഞ്ച് വരുത്താൻ പോവുകയാണ്. ഓക്കെ, അതെന്താണ് നമ്മൾ വരുത്തുന്ന ചേഞ്ച് എന്ന് പറയുന്നത്? 3a നമ്മൾ ഇടയ്ക്കെല്ലാം ഇതേപോലെ പ്ലസ് സൈൻ ചേർക്കാൻ പോവുകയാണ്. പ്ലസ് ഇനി ഇവിടെ എന്താ ഉള്ളത്? -7b. ഓക്കെ, -7b വീണ്ടും നമ്മൾ പ്ലസ് ചെയ്യുന്നു. ദെൻ പിന്നെന്താണ് ഇവിടെ ബാലൻസ് ഉള്ളത്? -c ദ ഹോൾ സ്ക്വയർ. ഇപ്പോൾ ഇതുപോലെ ആയില്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി ഇങ്ങനെ എഴുതുന്നതുകൊണ്ട് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? അതുമില്ല, അത് മിസ് കാണിച്ചു തരാം. അതായത് ഇപ്പം നമ്മൾ എഴുതിയത് 3a പ്ലസ് -7b പ്ലസ് -c ദ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, ഇനി നമുക്കിത് കറക്റ്റ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? 3a പ്ലസ് ഇൻറ്റു -7b പ്ലസ് ഇൻറ്റു -c ദ ഹോൾ സ്ക്വയർ. കണ്ടില്ലേ? ഇത് കറക്റ്റ് ചെയ്ത് എഴുതിയപ്പോൾ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ എഴുതിയാലും എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ചെയ്തു തുടങ്ങാം. അപ്പോൾ ഇതെങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ വേണം നമ്മൾ എക്സ്പാൻഡ് ചെയ്യാനായിട്ട്. എക്സ് സ്ക്വയർ, അപ്പോൾ എക്സിൻ്റെ പ്ലേസിൽ എന്താണുള്ളത്? 3a. അപ്പോൾ അതിൻ്റെ സ്ക്വയർ പ്ലസ് അടുത്ത വൈയുടെ പ്ലേസിൽ എന്താ ഉള്ളത്? -7b. അപ്പോൾ അതിൻ്റെ സ്ക്വയർ പ്ലസ് ഇസഡിൻ്റെ പ്ലേസിൽ എന്താണുള്ളത്? -c. അപ്പോൾ അതിൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ 3a ഇൻറ്റു വൈ എന്ന് പറയുമ്പോൾ -7b പ്ലസ്, ഓക്കെ, പ്ലസ് എഴുതാൻ സ്ഥലമില്ലായിരുന്നു. ഓക്കെ, പ്ലസ്. അപ്പോഴേ നിങ്ങൾ ഇത് ചെയ്യുമ്പോഴേ ഇതേപോലെ എക്സും വൈയും എഴുതിയിട്ട് എഴുതുന്നതായിരിക്കും ഏറ്റവും എളുപ്പം കേട്ടോ. അപ്പോൾ തെറ്റിപ്പോകത്തില്ല. അതായത് എക്സിൻ്റെ പ്ലേസിൽ 3a ആണ്, അതേപോലെ വൈയുടെ പ്ലേസിൽ എന്താണുള്ളത്? -7b, പിന്നെ ഇസഡിൻ്റെ പ്ലേസിൽ എന്താണുള്ളത്? -c. ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തെറ്റിപ്പോവില്ല കേട്ടോ. പിന്നെ ഈ മൈനസ് സൈൻ ഉൾപ്പെടെ വേണം നമ്മൾ എഴുതാനായിട്ട്. അതും നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഓക്കെ, ഇനി നമുക്ക് ബാക്കി എഴുതാം. ഇപ്പം നമ്മൾ എഴുതി നിർത്തിയിരിക്കുന്നത് 2xy വരെയാണ്. കണ്ടോ? 2 ഇൻറ്റു എക്സിൻ്റെ പ്ലേസിൽ നമ്മൾ 3a കൊടുത്തു, ഇൻറ്റു വൈൻ്റെ പ്ലേസിൽ നമ്മൾ -7b കൊടുത്തു. ദെൻ പ്ലസ് അടുത്ത എന്താണ്? 2yz. അപ്പോൾ 2 ഇൻറ്റു വൈൻ്റെ പ്ലേസിൽ എന്താ ഉള്ളത്? -7b. ഓക്കെ, ദെൻ ഇസഡിൻ്റെ പ്ലേസിൽ എന്താണുള്ളത്? -c. അപ്പോൾ നമ്മൾ അത് ഇട്ടു. ദെൻ പ്ലസ് അടുത്തത് 2zx. അപ്പോൾ 2 ഇൻറ്റു ഇസഡിൻ്റെ പ്ലേസിൽ എന്താ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത്? -c ഇൻറ്റു ദെൻ എക്സിൻ്റെ പ്ലേസിൽ എന്താ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത്? 3a. കണ്ടോ? ഇതുപോലെ നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐഡൻറ്റിറ്റി നോക്കിയിട്ട് നമുക്ക് ജസ്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ എളുപ്പമായിരിക്കും. ദെൻ ഇസ് ഈക്വൽ ടു 3ൻ്റെ സ്ക്വയർ എന്താണ്? 9, എൻ്റെ സ്ക്വയർ a സ്ക്വയർ പ്ലസ് മൈനസിൻ്റെ സ്ക്വയർ പ്ലസ് 7ൻ്റെ സ്ക്വയർ 49, ദെൻ ബിൻ്റെ സ്ക്വയർ b സ്ക്വയർ, ദെൻ പ്ലസ് മൈനസിൻ്റെ സ്ക്വയർ പ്ലസ് സിൻ്റെ സ്ക്വയർ c സ്ക്വയർ, ദെൻ പ്ലസ് ഇൻറ്റു മൈനസ് 2 3s are 6, 6 7s are 42ab. ദെൻ പ്ലസ് ഇൻറ്റു മൈനസ് എന്ത് വരും? നമുക്ക് മൈനസ് സൈൻ അല്ലേ. ഇനി ഇതേ ഇവിടെ നോക്കിക്കേ, മൈനസ് ഇൻറ്റു മൈനസ് എന്താണ്? പ്ലസ്. അപ്പോൾ നമ്മളിവിടെ എന്താ കൊടുക്കേണ്ടുള്ളത്? പ്ലസ് സൈൻ. കണ്ടില്ലേ? അതായത് ഇവിടെ നമുക്ക് പ്ലസ് ആയിരുന്നു, അത് കഴിഞ്ഞ് 2 ഇൻറ്റു -7b ഇൻറ്റു -c ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ മൈനസ് ഇൻറ്റു മൈനസ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? പ്ലസ് സൈൻ. അതാണ് നമ്മളിവിടെ ഇട്ടിരിക്കുന്നത്. ദെൻ 2 7s are എത്രയാണ്? 14. ദെൻ bc. വീണ്ടും പ്ലസ് ഇൻറ്റു മൈനസ് എന്ത് കിട്ടും? -2 3s are 6 ac.
ഓക്കെ, സി എന്ന് എഴുതിയാലും എ സി എന്ന് എഴുതിയാലും ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്താണ്? 9a² + 49b² + c² മൈനസ് 42ab + 14bc മൈനസ് 6ac. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, -2x + 5y - 3z². അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് നോക്കാം. ആദ്യമേ എന്ത് ചെയ്യണം? നമ്മുടെ ഐഡൻറ്റിറ്റി എടുത്ത് എഴുതണം. അതായത് x + y + z² is equal to x² + y² + z² plus then 2xy plus 2yz plus then 2zx. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. അപ്പോൾ നമുക്ക് എക്സും വൈയും ഇസഡും ഒന്ന് ആദ്യമേ എടുത്തെഴുതാം. എക്സ് എന്താണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ? -2x. ദെൻ വൈ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ? 5y. ദെൻ ഇസഡ് എന്താണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ? -3z. സംശയം വന്ന എൻ്റെ മക്കൾസിന്, കാരണം ഇവിടെ എല്ലായിടത്തും പ്ലസ് സൈൻ അല്ല കിടക്കുന്നത്. അപ്പം മിസ് ഈ എഴുതിയിരിക്കുന്നത് കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ള ഡൗട്ട് വന്നോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിസ് ക്വസ്റ്റ്യൻ ഒന്നും കൂടി എടുത്ത് ഇതൊന്ന് കറക്റ്റായിട്ട് എഴുതിയിട്ട് ഒന്നും കൂടി പറഞ്ഞുതരാവേ. ഓക്കെ, അപ്പം -2x ദെൻ +5y ദെൻ എന്താണ് നമ്മുടെ ഐഡൻറ്റിറ്റിയിലുള്ളത്? പ്ലസ് സൈൻ. സോ അതിവിടെ ഇട്ട് കൊടുത്തു. ഇനി എന്താ ഇവിടെ ബാലൻസ് ഉള്ളത്? -3z². ഇനി നോക്ക് എൻ്റെ മക്കൾസ്, എക്സിൻ്റെ പ്ലേസിൽ എന്താണ്? -2x. വൈയുടെ പ്ലേസിൽ എന്താണ്? 5y. ഇസഡിൻ്റെ പ്ലേസിൽ എന്താണ്? -3z. ഇപ്പം നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയല്ലോ? ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ രീതിയിൽ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. അപ്പോൾ x² എന്ന് പറയുമ്പം എക്സിൻ്റെ പ്ലേസിൽ എന്താണുള്ളത്? -2x. അപ്പോൾ അതിൻ്റെ സ്ക്വയർ പ്ലസ് വൈ എന്ന് പറയുമ്പോൾ 5y. അപ്പോൾ അതിൻ്റെ സ്ക്വയർ പ്ലസ് 5y². നിങ്ങളാരും എല്ലാ വീഡിയോസിലും ഞാൻ പറഞ്ഞു തരുന്നതാണ്, നിങ്ങളാരും ഇങ്ങനെ എടുത്ത് എഴുതരുത്. ഇത് മിസ്റ്റേക്ക് ആണ്. ഇങ്ങനെ വേണം എഴുതാനായിട്ട്. ഓക്കെ, ദെൻ പ്ലസ് z². ഇസഡിൻ്റെ പ്ലേസിൽ എന്താണുള്ളത്? -3z. -3z² ദെൻ പ്ലസ് 2xy. അപ്പോൾ 2 ഇൻറ്റു എക്സിൻ്റെ പ്ലേസിൽ എന്താണുള്ളത്? -2x ഇൻറ്റു വൈൻ്റെ പ്ലേസിൽ എന്താണുള്ളത്? 5y. ഓക്കെ, പ്ലസ് ഇനി അടുത്ത് എന്താ എഴുതേണ്ടുള്ളത്? 2yz. അപ്പോൾ 2 ഇൻറ്റു വൈൻ്റെ പ്ലേസിൽ എന്താണുള്ളത്? 5y ഇൻറ്റു ഇസഡിൻ്റെ പ്ലേസിൽ എന്താണുള്ളത്? -3z പ്ലസ് അടുത്തത് 2zx. അപ്പോൾ 2 ഇൻറ്റു ഇസഡിൻ്റെ പ്ലേസിൽ -3z ഇൻറ്റു എക്സിൻ്റെ പ്ലേസിൽ -2x. ദെൻ ഇസ് ഈക്വൽ ടു മൈനസിൻ്റെ സ്ക്വയർ എന്താണ്? പ്ലസ് 2ൻ്റെ സ്ക്വയർ എന്താണ്? 4. എക്സിൻ്റെ സ്ക്വയർ x² പ്ലസ് 5ൻ്റെ സ്ക്വയർ എന്താണ്? 25. ദെൻ വൈൻ്റെ സ്ക്വയർ y². ദെൻ പ്ലസ് മൈനസിൻ്റെ സ്ക്വയർ പ്ലസ് 3ൻ്റെ സ്ക്വയർ എന്താണ്? 9. ദെൻ ഇസഡിൻ്റെ സ്ക്വയർ എന്താണ്? z². ദെൻ പ്ലസ് ഇൻറ്റു മൈനസ് 2 2s are 4 4 5s are 20 xy. ദെൻ പ്ലസ് ഇൻറ്റു മൈനസ് എന്താണ്? മൈനസ്. ദെൻ 2 5s are 10 10 3s are 30 yz. ഓക്കെ, ദെൻ ഇനി എങ്ങനെയാണെന്നുള്ളത് നോക്കിക്കോ. ദേ ഇവിടെ 2 മൈനസ് സൈൻ ഉണ്ട്. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് എന്താണ്? പ്ലസ്. ദെൻ 2 3s are 6 6 2s are 12 xz. xz എന്ന് എഴുതാം, zx എന്ന് എഴുതാം. രണ്ടും കറക്റ്റ് തന്നെയാണ്. സോ അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസറായി എന്താണ് നമുക്ക് കിട്ടിയത്? 4x² + 25y² + 9z² -20xy -30yz + 12xz. ഇനി ചില മക്കൾസ് ഈ നമ്പേഴ്സ് എടുത്ത് വെച്ച് ആഡ് ചെയ്യാനൊക്കെ ശ്രമിക്കുക. അതൊന്നും ചെയ്യരുത്. ലൈക്ക് ടേംസ് അല്ല. ലൈക്ക് ടേംസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അഡിഷൻ ഓർ സബ്ട്രാക്ഷൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, 1/4a - 1/2b + 1² ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ. അപ്പോൾ ആദ്യമേ നമ്മുടെ ക്വസ്റ്റ്യനെ നമുക്കൊന്ന് കറക്റ്റ് ചെയ്ത് എഴുതാം. പ്ലസ്, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഐഡൻറ്റിറ്റി ഇതാണ്, x + y + z² ഈക്വൽ ടു x² + y² + z² + 2xy + 2yz + then 2zx. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ എല്ലാം പ്ലസ് സൈൻ ആയതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യനെ അതുപോലെ നമ്മൾ കറക്റ്റ് ചെയ്ത് എഴുതുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഐഡൻറ്റിറ്റിയിലുള്ള പ്ലസ് സൈൻ ആണ് ഇട്ടത്. ഇനി ഇവിടെ എന്താ ഉള്ളത്? ബാക്കി -1/2b. വീണ്ടും ഐഡൻറ്റിറ്റിയിലുള്ള പ്ലസ് സൈൻ. ദെൻ എന്താണ് പിന്നെ ഇവിടെ ഉള്ളത്? 1. സോ ദ ഹോൾ സ്ക്വയർ. ഇനി നമുക്ക് എക്സും വൈയും സെഡും ഒന്നും ഇവിടെ എടുത്ത് എഴുതാം.
എക്സ് എന്താണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ 1/4a, വൈ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ -1/2b, ദെൻ ഇസഡ് എന്താണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ 1. ഇനി ഇതിൽ നോക്കിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സിൻ്റെ പ്ലേസിൽ എന്താണ് 1/4a, അപ്പോൾ 1/4a ദ ഹോൾ സ്ക്വയർ, ദെൻ പ്ലസ് അടുത്തത് വൈൻ്റെ പ്ലേസിൽ എന്താണ് -1/2b, അപ്പം -1/2b അതിൻ്റെ സ്ക്വയർ, ദെൻ പ്ലസ് ദെൻ നമ്മുടെ ഇസഡിൻ്റെ പ്ലേസിൽ എന്താണുള്ളത് 1 അല്ലേ, ഇസഡ് സ്ക്വയർ അല്ലേ, അപ്പോൾ 1 എന്താണ് സ്ക്വയർ, ദെൻ പ്ലസ് 2xy, അപ്പോൾ 2 ഇൻറ്റു എക്സിൻ്റെ പ്ലേസിൽ എന്താണുള്ളത് 1/4a ഇൻറ്റു വൈയുടെ പ്ലേസിൽ എന്താണുള്ളത് -1/2b പ്ലസ് അടുത്തത് 2yz, അപ്പോൾ 2 ഇൻറ്റു വൈൻ്റെ പ്ലേസിൽ -1/2b ഇൻറ്റു ഇസഡിൻ്റെ പ്ലേസിൽ എന്താണ് 1, ദെൻ പ്ലസ് അടുത്തത് 2zx, അപ്പോൾ 2 ഇൻറ്റു ഇസഡിൻ്റെ പ്ലേസിൽ 1 ഇൻറ്റു എക്സിൻ്റെ പ്ലേസിൽ എന്താണ് 1/4a. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ സ്ക്വയർ കാണാം. 1ൻ്റെ സ്ക്വയർ എന്താണ് 1/4ൻ്റെ സ്ക്വയർ എന്താണ് 16, എൻ്റെ സ്ക്വയർ എന്താണ് a സ്ക്വയർ, ദെൻ പ്ലസ് മൈനസിൻ്റെ സ്ക്വയർ പ്ലസ് 1ൻ്റെ സ്ക്വയർ 1/2ൻ്റെ സ്ക്വയർ എന്താണ് 4, ബീൻ്റെ സ്ക്വയർ എന്താണ് b സ്ക്വയർ പ്ലസ് 1ൻ്റെ സ്ക്വയർ എന്താണ് 1 പ്ലസ് ഇത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും അല്ലേ, അപ്പോൾ ഇവിടെ എന്താകും 2. സോ അപ്പോൾ ഇനി ന്യൂമറേറ്ററിൽ എന്തൊക്കെയാണ് ഉള്ളത് 1 ഇൻറ്റു 1 1, ദെൻ ഇവിടെ നെഗറ്റീവ് സൈൻ ഉണ്ടല്ലേ, അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം, ദെൻ a ഇൻറ്റു b ab/2 ഇൻറ്റു 2 എന്താണ് 4, ദെൻ അടുത്തത് പ്ലസ് ഈ 2ഉം 2 എന്താകും ക്യാൻസൽ ആയി പോകും, ബാലൻസ് എന്താ ഉള്ളത് -1 ഇൻറ്റു 1 എന്താ വരുന്നത് -1b അല്ലേ, ഇവിടെ b ഉണ്ടായിരുന്നു, ദെൻ ഇവിടെ എന്താ ഉള്ളത് പ്ലസ്, ഇനി ഇത് എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻസൽ ചെയ്യാൻ പറ്റും, അപ്പോൾ ഇവിടെ എന്താകും 2, അപ്പോൾ 1 ഇൻറ്റു 1 1 ഇൻറ്റു a എന്താണ് 1a/2. ഇനി ഒരു കാര്യം മിസ് എടുത്ത് പറഞ്ഞുതരാം, നമ്മളിങ്ങനെ വേരിയബിൾസിൻ്റെ സൈഡിൽ ഇങ്ങനെ 1 എഴുതാറില്ല കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് മിസ് എഴുതി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതൊക്കെ നമുക്കൊന്ന് കറക്റ്റ് ചെയ്ത് എഴുതാം. 1/16a സ്ക്വയർ പ്ലസ് 1/4b സ്ക്വയർ, ദെൻ പ്ലസ് ഇൻറ്റു മൈനസ് 1 ഇൻറ്റു ab എന്താണ് ab/4, ദെൻ പ്ലസ് ഇൻറ്റു മൈനസ് 1 ഇൻറ്റു b എന്താണ് b, ദെൻ പ്ലസ് 1a എന്ന് എഴുതത്തില്ല, നമ്മൾ a എന്ന് മാത്രമേ എഴുതൂ, അപ്പോൾ a/2. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. എന്താണ് ഇത് ഇനി ഒന്നുകൂടി കറക്റ്റ് ചെയ്ത് എഴുതാമായിരുന്നു കേട്ടോ, മിസ് അത് ശ്രദ്ധിച്ചില്ല. ഓക്കെ, ഒന്നുകൂടി കറക്റ്റ് ചെയ്ത് എഴുതാം. അതായത് 1 ഇൻറ്റു a സ്ക്വയർ എന്ത് വരും a സ്ക്വയർ /16 പ്ലസ് 1 ഇൻറ്റു b സ്ക്വയർ എന്ത് വരും b സ്ക്വയർ /4 മൈനസ് ab/4 മൈനസ് b പ്ലസ് a/2. ഇത് ഈ ഒരു സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ഇൻറ്റു ചെയ്ത് എഴുതാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ, മിസ് ശ്രദ്ധിക്കാതെ എഴുതി പോയതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ ഇതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.